ഈ വിഭാഗങ്ങളോട് ലീഗ് ഒരല്പം അകൽച്ച പൊതുവിൽ കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി SDPI നേതൃത്വത്തിന് ലീഗ് വിധേയമായി. ജനാധിപത്യത്തിൻ്റെ കണികയില്ല. നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം ലീഗിനെ അങ്ങ് പൊതിഞ്ഞു പിടിച്ചങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിന് അത് ബാധകമല്ല. SDPKയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിട്ടുണ്ടെങ്കിൽ മാറിയത് സാദിഖ് അലി തങ്ങളുടെ അംഗീകാരത്തോടെയാണ്, അല്ലാതെ മാറാൻ കഴിയില്ല. സാദിഖ് അലി തങ്ങൾ ഇക്കാര്യങ്ങളിലെല്ലാം രാഷ്ട്രീയമായി കുറ്റകരമായ ഒരു നില സ്വീകരിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പിണറായി വിജയൻ്റെ തല അറുത്തു കൊണ്ടുവരുന്നവർക്ക് 1 കോടി രൂപ ഇനാം നൽകാം എന്നായിരുന്നു പ്രഖ്യാപനം. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു നേതാവിന് നേരെ RSS ഇങ്ങനെയൊരു വകവരുത്താനുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ടോ എന്നത് നമുക്ക് പരിശോധിച്ചാൽ ഉത്തരം കാണാൻ പറ്റില്ല. ഈ അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയോടുള്ള ആത്മാർത്ഥത കുറവിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതിന് താരതമ്യേന പണം കുറവുള്ള 2 മാധ്യമങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആ മാധ്യമങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായക്കാർ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ? ഒരു പക്ഷേ സത്യസന്ധമായി പരിശോധിച്ചാൽ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം അതിൻ്റെ വരിക്കാരിൽ മഹാഭൂരിപക്ഷവും. ആ വിഭാഗത്തിലേക്കും ഈ കാര്യങ്ങൾ എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാൽ അതിലെന്താണ് തെറ്റ്? AKG മരണാസന്നനായി കിടക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനം, ആ ആശുപത്രിയുടെ മുൻപിൽ വിളിച്ച മുദ്രാവാക്യം കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തോടോ ഗോപാല എന്നാണ്. കഴുത്തറപ്പൻ മത്സരം എല്ലാ മാധ്യമ സ്വഭാവത്തെയും ഇല്ലാതാക്കുന്നതായി ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ മാറി. പ്രധാനമായും 2 ചാനലുകൾ വന്നതിന് ശേഷം, അതിനു മുൻപും ചാനലുകളുടെ വാർത്താ അവതരണ വിതരണ ശൈലിയെക്കുറിച്ച് വിമർശനമുള്ള ആളാണ് ഞാൻ. ആ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രകടമായി കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗം വൻതോതിലുള്ള നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് പ്രധാനമായും 2 ടെലിവിഷൻ ചാനൽ വന്നതിന് ശേഷം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമായ M. സ്വരാജാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു പ്രചരണഘട്ടത്തിൽ. ചേലക്കരയും പാലക്കാടും വയനാടിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു സംസാരം എന്നുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ ഈ 2, അതായത് UDFും LDFും നടത്തുന്ന 2 ആരോപണങ്ങളുണ്ട്. അതിൻ്റെ LDFിൻ്റെ വരികയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി SDPI സഖ്യം, അങ്ങനെ അതിൻ്റെ ഒരു പിന്തുണയോടെയാണ് ഈ പറഞ്ഞ വലിയ ഭൂരിപക്ഷം നേടിയത് എന്നുള്ളതാണ്. സത്യത്തിൽ CPM അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സത്യത്തിൽ അതൊരു വ്യാഖ്യാനമല്ല, ഒരു ആരോപണവുമല്ല. കാരണം തെളിയിക്കപ്പെടേണ്ട ഒന്നാണല്ലോ നമ്മൾ ആരോപണം എന്നൊക്കെ പറയുന്നത്. എന്നാൽ പാലക്കാടെ സംബന്ധിച്ച് SDPIയുടെ പിന്തുണ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന് പറയുന്നത് പരസ്യമാണ്, രഹസ്യമായൊരു കാര്യമായിരുന്നില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി UDFിലെ ഒരു അപ്രഖ്യാപിത കക്ഷിയായിട്ട് തന്നെയാണ് കുറച്ചായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ SDPI അങ്ങനെ ആയിരുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം SDPI ഒരു പ്രത്യേക നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പരസ്യമായിട്ട് UDFിനെ പിന്തുണച്ചു. കുറച്ചു കാലമായി SDPIയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്തു എന്ന് പറയാൻ കഴിയുന്ന വിധം ലീഗിൻ്റെ നയങ്ങളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ലീഗ് അങ്ങനെ ആയിരുന്നില്ല. ഈ വിഭാഗങ്ങളോട് ലീഗ് ഒരല്പം അകൽച്ച പൊതുവിൽ കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി SDPI നേതൃത്വത്തിന് ലീഗ് വിധേയമായി. ഇതിൻ്റെ തുടർച്ചയായാണ് പാലക്കാട്ട് ഇങ്ങനെയൊരു പിന്തുണ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയോടൊരു മാധ്യമപ്രവർത്തക SDPI പിന്തുണയെക്കുറിച്ച് ചോദിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം ചായയ്ക്ക് മധുരം കൂടിയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞതായിട്ടാണ് കേട്ടത്. അപ്പോൾ പരസ്യമായി പിന്തുണ കൊടുക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ആ ഘട്ടത്തിൽ, റിസൾട്ട് മുഴുവനായി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് നഗരത്തിൽ നടക്കുന്ന ആദ്യത്തെ പ്രകടനം SDPIയുടേതാണ്, ആഹ്ലാദ പ്രകടനം. അപ്പോൾ അതൊരു വസ്തുതയാണ്, അതൊരാരോപണമല്ല, വ്യാഖ്യാനമല്ല. അത് വസ്തുതയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. നമ്മളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രചരണ ഘട്ടത്തിലാണെങ്കിലും തുടർന്ന് ഈ ഇലക്ഷൻ ഫലത്തിന് ശേഷവും മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ടാണ്, അതായത് നേരത്തെ തന്നെ പറയുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ഐക്യത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ള തരത്തിലുള്ളൊരു
നെറേറ്റീവാണ് നമുക്ക് പെട്ടെന്ന് വായിച്ചു കൊടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരുപാട് നേതാക്കളുണ്ടല്ലോ, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഇരിക്കൽ തന്നെ പാണക്കാട് സാദിഖലി തങ്ങളെ കേന്ദ്രീകരിച്ചാണല്ലോ ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. അത് ശരിക്കും ഒരു ആത്മീയ നേതൃത്വത്തിനെതിരെയുള്ള ആരോപണം എന്നുള്ള പ്രതിരോധമായിട്ടും വ്യാഖ്യാനമായിട്ടും ലീഗിൻ്റെ സൈഡിൽ നിന്ന് UDF സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു, പ്രചരണ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരൊറ്റ നേതാവിലേക്ക് കേന്ദ്രീകരിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമി ബന്ധം അങ്ങനെ ഒരു ഇതുവരെ നെഗറ്റീവ് വരാൻ എന്താ കാരണം? ഒന്ന്, ഈ ആത്മീയ നേതൃത്വം എന്നൊക്കെ പറയുന്നത് ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒരുതരം അസംബന്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം സാദിഖലി തങ്ങൾക്ക് മുൻപ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തും അതിനു മുമ്പ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും അതിനു മുൻപ് എപ്പോൾ എടുത്താലും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരിക എന്നതൊരു കീഴ്വഴക്കമായി മാറിയിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ കണികയില്ല. നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം ലീഗിനെ അങ്ങ് പൊതിഞ്ഞു പിടിച്ചങ്ങ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനത് ബാധകമല്ല. തങ്ങൾ കുടുംബത്തിൻ്റെ പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു നേതാവിനെ പ്രസിഡൻ്റായിട്ട് ഇന്ന് തിരഞ്ഞെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? പിന്നെ അത് അവരുടെ അഭ്യന്തര കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിൽ അഭ്യന്തരം മാത്രമല്ല, അതിൽ ജനാധിപത്യത്തിൻ്റെതായ ഒരു പരിശോധനയിൽ ലീഗ് മറുപടി പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ കുടുംബവാഴ്ച എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നോക്കിയാൽ ലീഗ് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ലീഗിൻ്റെ ഘടന നോക്കിയാൽ നമുക്കറിയാം, കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഘടന നോക്കിയാൽ, ഇന്ത്യയിൽ നോക്കിയാലും എന്ന് വെച്ചാൽ അഖിലേന്ത്യാ പ്രസിഡന്റിനെയും തീരുമാനിക്കുന്നത് സംസ്ഥാന പ്രസിഡൻ്റാണ്. അതൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ലീഗിൻ്റെ ആദ്യാവസാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പാണക്കാട് തങ്ങൾക്കാണ്, ഇപ്പോൾ സാദിഖലി തങ്ങൾക്കാണ്. ആര് എത്ര ഭൂരിപക്ഷം, ഏതാശയം, എന്ത് നിലപാട് വന്നാലും അതിലെ അവസാന വാക്ക് സാദിഖലി തങ്ങളുടേതാണ്. ഇപ്പോൾ മുൻപ് ഹൈദരലി തങ്ങളുടേതായിരുന്നു, അതിനു മുമ്പ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ വിമർശനം ഉയർത്തുമ്പോൾ ആ വിമർശനം തങ്ങളുടെ നേരെ തന്നെയാണ് വരിക. കാരണം അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ നയരൂപീകരണത്തിൻ്റെ കാര്യത്തിൽ അവസാന വാക്ക്. ഇപ്പോൾ SDPKയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിട്ടുണ്ടെങ്കിൽ മാറിയത് സാദിഖലി തങ്ങളുടെ അംഗീകാരത്തോടെയാണ്, അല്ലാതെ മാറാൻ കഴിയില്ല. സാദിഖലി തങ്ങൾ ഇക്കാര്യങ്ങളിലെല്ലാം രാഷ്ട്രീയമായി കുറ്റകരമായ ഒരു നില സ്വീകരിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതങ്ങനെ വിമർശിക്കുമ്പോൾ സാദിഖലി തങ്ങളെ വിമർശിക്കേണ്ടി വരും. അത് വ്യക്തിപരമല്ല, അത് ഏതെങ്കിലും തരത്തിൽ ആത്മീയമായ വ്യാഖ്യാനങ്ങളിലേക്ക് അത് പോകേണ്ടതുമില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരായ രാഷ്ട്രീയ വിമർശനമാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആദ്യ അവസാനം ഏത് തീരുമാനത്തിൻ്റെയും ഉത്തരവാദി എന്നത് ലീഗിനെ അറിയുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ പാലക്കാട്ടെ വിജയത്തിന് പിന്നാലെ ഇപ്പം പാലക്കാട് വിജയത്തിന് പിന്നാലെ UDF ഒരു മറുവാദം ഉണ്ടല്ലോ ഇതേ വിഷയത്തിൽ. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന അതേ ടൂളുകൾ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന് ഈ പറയുന്ന കാഫിർ പ്രയോഗം, തുടർന്ന് സിറാജിലും സുപ്രഭാതത്തിലും മാത്രം വില കുറഞ്ഞ രീതിയിൽ പരസ്യം കിട്ടും എന്നുള്ള രീതിയിലാണെന്ന് ഇപ്പം നമ്മൾ നോക്കുമ്പോഴും അത് ഒരു ലളിതവൽക്കരിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ആ വിഷയത്തെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം ഒരു അവിടുത്തെ ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ളൊരു തന്ത്രമാണ് എന്നുള്ള ആരോപണത്തിന് അത് എത്രമാത്രം ഇതുണ്ട്, ആ വാദഗതിക്ക് എത്രമാത്രം ഇതുണ്ട്? അസംബന്ധമാണ്. ഒറ്റ വാക്കിൽ കുറച്ച് വിശദമായി പറയേണ്ട ഒരു കാര്യം ഇതിലുണ്ട്. അത് കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ലീഗ് നേതൃത്വം അല്ലെങ്കിൽ ലീഗ് നേതൃത്വമായി മാറിയ ഈ വിഭാഗം ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമുണ്ട്, ഒരു വിഷയമുണ്ട്. അത് UDFും ഏറ്റെടുത്തിരിക്കുകയാണ്, കോൺഗ്രസും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ചില മാധ്യമങ്ങളെ സഹായത്തിനും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ ടൂളെന്നേ നിങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷേ സംഘപരിവാരവുമായി സന്ധി ചെയ്യുന്നു എന്ന പ്രചരണം കേരളത്തിൽ നടക്കുകയല്ലേ. ഇടതുപക്ഷം സംഘപരിവാരവുമായി സന്ധി ചെയ്യുന്നു, മുഖ്യമന്ത്രി സന്ധി ചെയ്യുന്നു, ഇതാണ് പറയുന്നത്. അത് മലയാളികളുടെ സാമാന്യമായ രാഷ്ട്രീയ വിവേകത്തെ വെല്ലുവിളിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഉജ്ജയിനിയിൽ വെച്ച് ചേർന്ന RSSൻ്റെ ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ളൊരു വലിയ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ഒരു പാർലമെൻറ്റ് അംഗമാണ്. ആ വേദിയിലാണ് RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് ഒരു വലിയ പരസ്യ ആഹ്വാനം നൽകിയത്. മറക്കാറായിട്ടില്ല. പിണറായി വിജയൻ്റെ തല അറുത്തു കൊണ്ടുവരുന്നവർക്ക് 1 കോടി രൂപ ഇനാം നൽകാം എന്നായിരുന്നു പ്രഖ്യാപനം. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു നേതാവിന് നേരെ RSS ഇങ്ങനെയൊരു വകവരുത്താനുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ടോ എന്നത് നമുക്ക് പരിശോധിച്ചാൽ ഉത്തരം കാണാൻ പറ്റില്ല. ഈ അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റില്ല. അതേസമയം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിനെതിരെ ഇങ്ങനെയൊരു ആഹ്വാനത്തിന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പറയുമ്പോൾ ദേശീയ തലത്തിൽ
പ്രതിപക്ഷത്തെ നേതൃപദവിയിലുള്ളത് കോൺഗ്രസ് ആണല്ലോ. CPM ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഭരിക്കുന്നത്. പാർലമെൻറ്റിൽ വളരെ ചെറിയൊരു അംഗസംഖ്യ മാത്രമാണുള്ളത്. പക്ഷേ എന്നിട്ടും ഉജ്ജയിനിയിലെ ആഹ്വാനം പിണറായി വിജയനെ കൊല്ലണം എന്നാണ്. VD സതീശനെയോ ഇന്ത്യ കണ്ട എക്കാലത്തെയും വർഗീയവാദികളിൽ ഒന്നാമനെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കറാണ് വിചാരധാര എഴുതിയത്. ഉള്ളടക്കം നമുക്കെല്ലാം അറിയാം. ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൽ RSS ക്ഷണിച്ചത് സതീശനെയാണല്ലോ. VD സതീശൻ ആ ക്ഷണം സ്വീകരിക്കാൻ ഒരു മടിയും ഉണ്ടായില്ല. അദ്ദേഹം പോയി, ഉദ്ഘാടനം ചെയ്തു, ഗോൾവാൾക്കറെ പുകഴ്ത്തി പ്രസംഗിച്ചു. ഇത് മറ്റേതെങ്കിലും ഒരു ഇടതുപക്ഷ ബന്ധമുള്ള നേതാവായിരുന്നെങ്കിൽ കേരളത്തിൽ എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ വലതുപക്ഷമാണ് വർഗീയതയുമായി സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിലുടനീളം അങ്ങനെയാണ്. ഈ ഇൻ്റർവ്യൂവിൽ തന്നെ മറ്റൊരു അവസരം ഉണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രവും നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. മറിച്ച് വകവരുത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നിടത്തോളം എത്തിയ ശത്രുത, അത് രാഷ്ട്രീയമായ ശത്രുതയാണല്ലോ. CPIM മാത്രമാണ് ഒരർത്ഥത്തിൽ സംഘപരിവാർ വർഗീയതയ്ക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നത്, അതിനെതിരായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ പക CPIM നേരെ വരുന്നത്. അതിനെ മൂടി വെക്കാനാണ് ഇത്തരത്തിലുള്ള പ്രചരണം. പിന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ്. ഞങ്ങളവിടെ നടത്തിയിട്ടുള്ള പ്രചരണം, ഞങ്ങളവിടെ 3-ാം സ്ഥാനത്ത് 2 തെരഞ്ഞെടുപ്പിലായി 3-ാം സ്ഥാനത്ത് വന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പരാജയപ്പെടുമ്പോഴും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് 1000-ഓളം വോട്ട് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കാൾ 1000-ഓളം വോട്ട് അവിടെ വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പുറകോട്ട് പോയിട്ടില്ല. എന്നാൽ ആ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കൂടി, അതാണിപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം കൂടി എന്ന് പറയുമ്പോഴും വോട്ടിൽ 4000-ന് താഴെയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അത്രയും വോട്ടിൻ്റെ വർധനവേ വന്നിട്ടുള്ളൂ. ഭൂരിപക്ഷം കൂടാൻ കാരണം BJPക്ക് ഗണ്യമായി വോട്ട് കുറഞ്ഞുകൊണ്ടാണ്. അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള കാര്യങ്ങളാണ്. അത് അവരാണ് വിശദീകരിക്കേണ്ടത്. അവരുടേതായ സംഘടനാപരമായ പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. പത്രപരസ്യത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് പൊള്ളുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഞങ്ങൾ 2 പത്രത്തിൽ പരസ്യം കൊടുത്തു. അതിന് ഞങ്ങളുടേതായ ചില പരിമിതികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം മാറ്റിവെച്ചാൽ തന്നെ നിയമാനുസൃതമായി കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഒരു മാധ്യമത്തിൽ ഞങ്ങൾ പരസ്യം കൊടുക്കണ്ട എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഞങ്ങൾ കൊടുത്ത പരസ്യം തലേ ദിവസം വരെ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വിഷലിപ്ത നാവായി നിന്ന ഒരാൾ പെട്ടെന്ന് കോൺഗ്രസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാളാണ് വന്നിരിക്കുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കണം. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ വരുന്നത് സ്വാഗതം ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. വർഗീയ ചേരിയിൽ നിന്നും ഒരാൾ മതനിരപേക്ഷ ചേരിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ സംശയമേ ഇല്ല. എന്നാൽ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, വന്നത് കോൺഗ്രസ്സിലേക്കായതുകൊണ്ട് മാധ്യമങ്ങളെല്ലാം ഉത്തരവാദിത്തം മറക്കുകയാണ്. കോൺഗ്രസ്സിലേക്ക് സംഘപരിവാരത്തിൽ നിന്ന് വന്നയാൾ എന്താണ് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിച്ചത്? നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ട്. അദ്ദേഹം സംഘപരിവാരവുമായി പിണങ്ങിയ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുൻപാകെ വിശദീകരിച്ചത്, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സന്ദർഭത്തിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി വീട്ടിലേക്കൊന്നും വന്നില്ല, ഫോണിൽ വിളിച്ചു പോലും ആശ്വസിപ്പിച്ചില്ല, അത് വിഷമമുണ്ടാക്കി. ഇതാണ് പറയുന്നത്. ഞാൻ ആരോപണത്തെയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷമത്തെയോ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഉന്നയിച്ചത് വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്, ഒരു വിഷമമാണ് ഉന്നയിച്ചത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യം, BJPയുടെ വേദിയിൽ അദ്ദേഹത്തിന് കസേര കൊടുത്തില്ല, അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. ഇത് രണ്ടെടുത്താലും അത് വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്. രാഷ്ട്രീയമായ ഒരു പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചിട്ടേയില്ല. വിഷലിപ്തമായ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഞാൻ ഒരു തിരിച്ചറിവ് നേടി, തൻ്റെ വായനയിലൂടെയോ ചിന്തയിലൂടെയോ അനുഭവത്തിലൂടെയോ എങ്ങനെയെങ്കിലും രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കണം എന്ന ബോധ്യം എനിക്കുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ് ഈ ഘട്ടത്തിലുടനീളം പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ വിമർശനം അദ്ദേഹം ഉയർത്തിയതേയില്ല. അദ്ദേഹം BJPയിൽ നിന്ന് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. BJP അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറഞ്ഞതും കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്നും പറയുന്നു. അല്ലെങ്കിൽ അവർ വിശദീകരിക്കണം അത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നിൽക്കെ രാഷ്ട്രീയമായി തൻ്റെ ഇന്നലെ വരെ പിന്തുടർന്ന നയം തിരുത്തി പറയാതെ ഒരാൾ കോൺഗ്രസ്സിലേക്ക് വരികയാണ്. അയാൾ ഏറ്റവും കടുത്ത വർഗീയ നിലപാട് സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ കോൺഗ്രസ്സിനെയും ഇതിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ആ പരസ്യത്തിലൂടെ അദ്ദേഹത്തെ മാത്രമല്ല തുറന്നു കാണിക്കുന്നത്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ പാപ്പരത്വത്തെ, കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയോടുള്ള ആത്മാർത്ഥത കുറവിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതിന്
താരതമ്യേന പണം കുറവുള്ള 2 മാധ്യമങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആ മാധ്യമങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായക്കാർ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ? ഒരുപക്ഷെ സത്യസന്ധമായി പരിശോധിച്ചാൽ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം അതിൻ്റെ വരിക്കാരിൽ മഹാഭൂരിപക്ഷവും. ആ വിഭാഗത്തിലേക്കും ഈ കാര്യങ്ങൾ എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാൽ അതിലെന്താണ് തെറ്റ്? ഇത് രഹസ്യമായി ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. ഇത് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന് നൽകുന്ന ഒരു പരസ്യമാണ്. ആ പരസ്യം നൽകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ആ പരസ്യം നൽകും. ഞങ്ങൾ മനോരമയ്ക്ക് പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ മുൻപ്. ഇപ്പോൾ കൊടുത്തില്ല, ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മനോരമയ്ക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം സ്ഥാനാർത്ഥികളുടെ ചെലവിലാണ് അത് വരിക. കേരളത്തിലെ മൊത്തം മനോരമയ്ക്ക് പരസ്യം കൊടുക്കുന്നത് എന്താണ്? മനോരമ വായനക്കാരിലേക്ക് അത് എത്തിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ്. അത് ഏതർത്ഥത്തിലാണ് വിമർശിക്കപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഇതിനു മുൻപ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട ഇപ്പോൾ നമ്മൾ പരാമർശിക്കുന്ന പത്രങ്ങൾക്ക് അന്നും ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. ആ പത്രങ്ങൾ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് പരസ്യത്തിന്. അപ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ പരസ്യ നിരക്കും മറ്റും സ്വീകാര്യമാകുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാളെയും കൊടുക്കും. അപ്പോൾ അതിൻ്റെ പേരിലൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഒരു നിലനിൽപ്പുമില്ല, ഞങ്ങൾ സ്വീകരിക്കുന്നുമില്ല. ഈ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിലല്ല പ്രധാനമായും വിയോജിപ്പ്. ഒരുപക്ഷെ ഈ ഒരു മതനിരപേക്ഷ മുഖമുള്ളവരിൽ നിന്നുണ്ടാകുന്നത് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ AK ബാലൻ സന്ദീപ് വാര്യർ നല്ല ആളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ ഈ സുപ്രഭാതത്തിൽ വന്ന പരസ്യത്തിൻ്റെ ഉള്ളടക്കം തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ആളുകൾ. മറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ നോക്കൂ, ഇങ്ങനെ കൂടി ഒരു പശ്ചാത്തലമുള്ള ആളാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പരസ്യത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് പൊതുസമൂഹത്തിലേക്കാണോ പരസ്യം എത്തുന്നത്, അതോ ഒരു മുസ്ലിം മാനേജ്മെൻറ്റുള്ള കൂടുതൽ ആ വിഭാഗം വായനക്കാരിലേക്കാണോ എത്തേണ്ടത് എന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ സ്ട്രാറ്റജിയായി CPM അപ്ലൈ ചെയ്തു എന്നുള്ളതായിരിക്കുമല്ലോ എന്തായാലും ചോദ്യമായിട്ട്? അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കൊടുത്തത് ഈ 2 പത്രങ്ങളിലാണെങ്കിലും നിങ്ങൾ നോക്കൂ, എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്ത ഫലം ഉണ്ടായല്ലോ. ഇത് എല്ലാ മാധ്യമങ്ങൾക്കും ഇലക്ഷൻ സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം ചില കാര്യങ്ങൾ ഇപ്പോൾ കേരളം മുഴുവൻ അത് നല്ലതുപോലെ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ചെറിയ തുക കൊണ്ട് വലിയ പരസ്യം നേടി എന്ന് വേണമെങ്കിൽ പറയാം. ചിലരങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അങ്ങനെ പറയാം. പിന്നെ അദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതൊന്നും പ്രസക്തമായ ഒരു കാര്യമല്ല. അങ്ങനെയല്ല മറ്റേ സഖാവ് AK ബാലൻ വിശദീകരിച്ചിട്ടുള്ള. അദ്ദേഹം പിന്നീട് അത് പറയുകയും ചെയ്തു. അതായത് ഏത് കാരണത്തിൻ്റെ പേരിലായാലും വർഗീയ പക്ഷത്ത് ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ അത് മൂർച്ഛിപ്പിക്കുക എന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ അതേപോലെ കൈനീട്ടി ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ സ്ഥിതി? ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്ന കുറേ പേരുണ്ട്. പല പാർട്ടികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതൊന്നും പൂർണ്ണതയിലെത്താതിരുന്നത്? കോൺഗ്രസ് മാത്രമാണ് ഉപാധിരഹിതമായി രാജിവെക്കുക പോലും ചെയ്യാതെ രാഷ്ട്രീയത്തെ തള്ളിപ്പറയാതെ സ്വീകരിക്കാൻ തയ്യാറായത്. ഇതെല്ലാം കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നാളെ ഇനി ഈ വന്നയാൾ, കോൺഗ്രസ്സിലേക്ക് വന്നയാൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ആത്മാർത്ഥമായ തിരുത്തലുകൾ വരുത്തി മതനിരപേക്ഷതയുടെ ഒരു പതാകവാഹകനായാൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും വിഷലിപ്തമായ വർഗീയതയുടെ വക്താവായിരുന്നു അദ്ദേഹം. 100 അനുഭവങ്ങൾ നമ്മുടെ എല്ലാ മനസ്സിലിപ്പോൾ ഉണ്ടാവും. ഞാനതിപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചേലക്കരയും പാലക്കാടിൻ്റെയും ഒരു ഇലക്ഷൻ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു അമിത ആത്മവിശ്വാസം രീതിയിലോ ആത്മവിശ്വാസത്തിലോ പിണറായി 3.0 ഇപ്പം രണ്ടാം പിണറായി സർക്കാർ എന്ന് ഇടതുപക്ഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു 3rd ടേം എന്നുള്ള രീതിയിലുള്ള ഒരു വളരെ മുൻകൂട്ടിയുള്ള ഒരു പ്രവചനാത്മക സ്വഭാവത്തിലേക്ക് ആളുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന സംഗതിയെ കാണുന്നത്? അത് ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു ഇന്ധനമായിട്ട് ഇത് മാറുമോ? അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഭരണ തുടർച്ച എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അമിതമായി പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? കേരളത്തിൻ്റെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കൂടുതൽ കാലം അധികാരത്തിലിരുന്നത് വലതുപക്ഷമാണ്, ഞങ്ങളല്ല. ഭരണ പങ്കാളിത്തം കുറവാണ്. പക്ഷേ ഇവിടെ അത് പാർട്ടിയുടെ വളർച്ചയെയോ സ്വാധീനത്തെയോ ഒന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ സജീവമായി പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് ഞങ്ങൾ തള്ളിക്കളയുന്നുമില്ല. സത്യത്തിൽ കേരളത്തിന് നല്ലത് ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലേ എന്ന ചോദ്യത്തിന് ഞാൻ വിചാരിക്കുന്നത് നല്ല കോൺഗ്രസ്സുകാരുൾപ്പെടെ അങ്ങനെ കരുതുന്നുണ്ടാവും എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ LDF ഭരിക്കുന്നു. ഇതിനിടയിൽ വലിയ ദുരന്തങ്ങളും പ്രതിസന്ധികളും വന്നു. അതിൽ പ്രളയവും കോവിഡും എല്ലാ കാര്യങ്ങളും വന്നു. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം UDF ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ, അത് ഒരു സാങ്കല്പികമാണ് എങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് LDFൻ്റെ എത്രമാത്രം
LDF ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ കാലത്തെ നേരിടാൻ സഹായകമായി എന്നവർ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ വലതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണത്തോടു കൂടിയല്ല ഒരിക്കലും അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് അതുണ്ട്. ഈ കഴിഞ്ഞ 8 വർഷം കേരളത്തിൽ വന്ന മാറ്റങ്ങളും ചെറുതല്ല. ഇപ്പം നവകേരളം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മാത്രമല്ല, 2 കാര്യങ്ങളിലാണ് ഗവൺമെൻറ് ഊന്നിയത്. ഒന്ന്, ഏറ്റവും സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള മനുഷ്യർ, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈഫ് വന്നത്. 5 ലക്ഷം വീടാണ്, ഏകദേശം 5 ലക്ഷത്തോളം വീടാണ് ഈ 8 കൊല്ലത്തിനുള്ളിൽ. അതൊരു ചെറിയ കാര്യമല്ല, ഒരു സാർവദേശീയ റെക്കോർഡാണത് നിർമ്മിക്കാൻ സാധിച്ചത് നമുക്ക്. ക്ഷേമ പെൻഷൻ, ഇന്ത്യയിലിപ്പോൾ 1600 രൂപ പെൻഷനുള്ള ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ, നമ്മുടെ സംസ്ഥാനം മാത്രമേ ഉള്ളൂ. പവർ കട്ട് ഇല്ലാതെയായി, നിസ്സാരമായൊരു കാര്യമല്ല. ഗെയിൽ പൂർത്തിയായി, K-ഫോൺ യാഥാർത്ഥ്യമായി. ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്, തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ഇൻ്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതായത് ലോകം മുഴുവൻ ചർച്ച ചെയ്തല്ലോ. ഗാർഡിയൻ എനിക്ക് തോന്നുന്നു പ്രത്യേകമായൊരു ഫീച്ചർ തന്നെ ആ കാര്യത്തെക്കുറിച്ച് എഴുതുകയുണ്ടായി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഇവിടെ ആരംഭിച്ചു. ഇങ്ങനെ എണ്ണി പറയാവുന്ന നേട്ടങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിൽ മുഴുവൻ കാര്യങ്ങൾ വന്നിട്ടില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ കേരളത്തിൽ നല്ലത് ഇടതുപക്ഷമാണെന്ന് പൊതുവിൽ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. UDFൻ്റെ കഴിഞ്ഞ പഴയകാല ഭരണങ്ങൾ ആലോചിക്കുമ്പോൾ എപ്പോഴും അനൈക്യവും അഴിമതിയും ചേരിപ്പോരും ഇടയ്ക്ക് വെച്ച് നേതൃത്വം മാറലും ഇതൊക്കെയായിരുന്നു നിരന്തരം കേരളത്തിൻ്റെ അനുഭവം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇടതുപക്ഷം കേരളത്തിന് നല്ലതാണ് എന്നൊരു ചിന്ത പൊതുവിലുണ്ട്. അത് സ്വാഭാവികമായും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ പ്രചരിപ്പിക്കുന്നുമുണ്ടാവും. ഈ ഉപതെരഞ്ഞെടുപ്പും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഒരു തുടർച്ചയായി അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പരിഭവം പ്രകടിപ്പിക്കുന്ന വോട്ടിംഗ് അല്ല ഉണ്ടായത്. പാലക്കാട് പരാജയപ്പെടുമ്പോഴും ഒരു വോട്ട് കുറഞ്ഞില്ല, അതാണ്. 1000 വോട്ട് കൂടി, 1000ഓളം വോട്ട് വർദ്ധിച്ചു. ഈ പറയുന്ന ചില ഛിദ്രശക്തികളുടെ പരസ്യ പിന്തുണ UDFന് കിട്ടിയിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടും ഇങ്ങനെയാണ് വന്നത്. റിസൾട്ടിൽ ഒരു നേരിയ വോട്ട് വർധനവാണ് ഉണ്ടായത്. ചേലക്കരയിലാണെങ്കിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ അഭ്യുദയകാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. അത് അവരൊരു പക്ഷേ ആഘോഷപരമായിട്ട് ഏറ്റെടുക്കുന്നുണ്ടാവും. അതുമാത്രമേ ഞാനതിൽ കാണുന്നുള്ളൂ. ഈ പിണറായിയുടെ 1ാം ടേമിൽ സഭാംഗവും ഇപ്പോഴത്തെ ഈ 2ാം ടേമുള്ള 3 വർഷത്തിൽ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് നിൽക്കുകയാണ്. ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഈ 2nd ടേം എന്ന് പറയുന്നത് ഏതൊക്കെയോ തരത്തിലൊരു വിശ്വാസ്യത നഷ്ടമുണ്ടാക്കിയ, അല്ലെങ്കിൽ പഴയ ജനപ്രീതി ഇല്ല എന്നുള്ളൊരു, അതൊരു പൊതുബോധമായിട്ടോ വിശ്വാസമായിട്ടോ നിൽക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അതൊരു പൊള്ളയായ വാദമാണോ? പൊള്ളയായ വാദമാണെന്ന് മാത്രമല്ല, അതൊരു സവിശേഷമായ പ്രചരണമാണ്. അതൊരു തർക്കശാസ്ത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. അതായത് നിങ്ങളെ കഠിനമായി എതിർക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തലത്തിൽ നിങ്ങളെ ആദ്യം ഒന്ന് അനുകൂലിക്കുക എന്നത് ഒരു തന്ത്രമാണ്. ഇപ്പോൾ ആ തന്ത്രമാണ് പലപ്പോഴും CPIMൻ്റെ ഇന്നത്തെ നേതാക്കന്മാരെ വളരെ ക്രൂരമായി അധിക്ഷേപിക്കുമ്പോൾ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയും. പണ്ട് നേതാക്കന്മാരൊക്കെ നല്ല ആളുകളായിരുന്നു, എത്ര മഹാന്മാരായ നേതാക്കന്മാരായിരുന്നു CPIMനുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മനീഷും കേട്ടിട്ടുണ്ടാവും. CPIMന് പഴയ നേതാക്കന്മാർ എത്ര മഹാന്മാരായിരുന്നു, ഇപ്പോൾ എല്ലാം തകർന്നുപോയി എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഈ മഹാന്മാരായ നേതാക്കന്മാരെന്ന് ചൂണ്ടിക്കാണിക്കുന്നവർ ജീവിച്ചിരുന്ന കാലത്ത് അവരും ഇതേപോലെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു. കൃഷ്ണപിള്ള, EMS, AKG, നായനാർ, എല്ലാവരും. ആ ചരിത്രം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കൗതുകം ഉണ്ടാക്കുന്നതാണ്. കൊള്ളാവുന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന തെമ്മാടി എന്ന് കൃഷ്ണപിള്ളയെക്കുറിച്ച് എഴുതിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ് എഴുതിയത്. EMSനെ പട്ടിയായി ചിത്രീകരിക്കുന്ന കാർട്ടൂൺ വരച്ചതും അതേ പത്രമാണ്. ഇപ്പോൾ എന്തൊക്കെ വിരോധം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അത് കാലത്തിന് വന്നൊരു മാറ്റം കൂടിയായിരിക്കും. CPIMൻ്റെ ഒരു നേതാവിനെ പട്ടിയായിട്ട് പടം വരച്ചൊരു പത്രം പ്രസിദ്ധീകരിക്കാൻ സാധ്യത കുറവാണ്, വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അങ്ങനെ പോലും ചെയ്തു. അഴിമതി ആരോപണം ഉന്നയിച്ചു EMSനെതിരെ. AKG മരണാസന്നനായി കിടക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനം ആ ആശുപത്രിയുടെ മുൻപിൽ വിളിച്ച മുദ്രാവാക്യം കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തോടോ ഗോപാല എന്നാണ്. അപ്പോൾ ഈ മനുഷ്യത്വരഹിതമായി ആക്രമിക്കപ്പെട്ടവരാണ് ആ കാലത്തെ പാർട്ടി നേതാക്കന്മാരൊക്കെ. പക്ഷേ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതേ ശക്തികൾ ഇന്നത്തെ നേതാക്കന്മാരെ ഇകഴ്ത്താൻ പറയുന്നത് അന്നുള്ളവർ മഹാന്മാരായിരുന്നു എന്നാണ്. ഞാനൊരു കൗതുകപരമായ അതിൻ്റെ ഒരു തുടർച്ച പറയാം. കഴിഞ്ഞ സെപ്റ്റംബർ 5 മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം. ആ മുഖപ്രസംഗത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ്: കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നത് 87-91 നായനാർ ഗവൺമെൻറ് ആയിരുന്നു. മുഖപ്രസംഗത്തിലാണ്, മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലെ ഒരു വാചകമാണ്.
ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഈ പറയപ്പെട്ട കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയാണ്, പക്ഷേ SFIയുടെ പ്രവർത്തകനാണ്. അന്നും പത്രം വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മാതൃഭൂമി അതിനിശ്ചിതമായി നായനാർ ഗവൺമെൻറ്റിനെ ആക്രമിക്കുകയാണെന്ന്, ശക്തമായി ആക്രമിക്കുന്നൊരു കാലമാണ്. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ നോക്കൂ, അതേ മാതൃഭൂമി പറയുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ്റായിരുന്നു അതെന്ന് പറയുന്നു. അപ്പോൾ ഈ തന്ത്രമാണ് രണ്ടാം പിണറായി സർക്കാരിനെ ഇകഴ്ത്തണമെങ്കിൽ, ആ പ്രചാരവേല ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമാവണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിനെ ഒന്ന് പുകഴ്ത്തുക എന്നതാണ്. പക്ഷേ ജനങ്ങളുടെ ഓർമ്മ അത്ര വേഗം മറഞ്ഞു പോയില്ലെങ്കിൽ നമുക്കറിയാം ഈ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവരെല്ലാം എന്താണ് സ്വീകരിച്ചിരുന്നത്. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ 3 കൊല്ലം മുമ്പുള്ള കാലമല്ലേ. എത്ര നീചമായ ആക്രമണം ഒന്നാം പിണറായി ഗവൺമെൻറ്റിനെതിരെ എടുത്തു. ഇതൊരു നല്ല ഗവൺമെൻറ്റാണെന്ന് ആരെങ്കിലും അന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞിട്ടില്ല. അന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസ് തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നാണ് ആക്ഷേപിച്ചത്. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കുന്നത് മൂന്നാം ഗവൺമെൻറ് വരുമ്പോൾ, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച വരുമ്പോൾ, ആ ഗവൺമെൻറ്റിനെ ഇകഴ്ത്താൻ രണ്ടാം പിണറായി ഗവൺമെൻറ്റിന് മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയും. നമുക്കത് കാത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മാധ്യമങ്ങളുടെ കൂടെ പരാമർശം വന്നാൽ ഇതൊരു മാധ്യമ നിർമ്മിത പൊതുബോധമാണ് എങ്കിൽ അത് പൊതുസമൂഹത്തിനിടയിൽ പൊതുബോധത്തിലേക്ക് ശരിക്കും സ്വാധീനമായി മാറുന്നുണ്ടോ? ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കാര്യത്തിൽ എപ്പോഴും ആ ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ ഒരു ഇടതുപക്ഷത്തിനേക്കാൾ മേൽക്കൈ UDFന് കിട്ടാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കഴിഞ്ഞൊരു തിരിച്ചടി കൂടി പരിഗണിക്കുമ്പം ഈ പറഞ്ഞത് മാധ്യമനിർമ്മിത പൊതുബോധം എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഗൗരവബുദ്ധിയോടെ പഠിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നമാണത്. ഈ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ പങ്കുവഹിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു തോന്നൽ, ഞാനൊരു ആഴമേറിയ പഠനം നടത്തിയിട്ട് പറയുന്നതല്ല, എങ്കിലും നമ്മുടെ സമീപകാലത്തായിട്ട് ദൃശ്യമാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു പുതിയ മാധ്യമ പ്രവർത്തന രീതിയുണ്ട്. അതിനെ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നതും കടന്ന കൈയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമ പ്രവർത്തനമല്ല, അത് മറ്റെന്തോ ഒന്നാണ്. അത് മാധ്യമങ്ങളുടെ സ്വാധീനത്തെ തന്നെ, അതായത് ജനങ്ങൾക്ക് മേലുള്ള മാധ്യമങ്ങളുടെ സ്വാധീനത്തെ തന്നെ ഇടിച്ചിട്ടുണ്ട്, കുറവ് വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ, അതിൻ്റെ ഒരു 6 മാസം മുൻപ് മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഒട്ടെല്ലാ മാധ്യമങ്ങളും ഏതാണ്ട് ഏകസ്വരത്തിൽ LDF വിരുദ്ധ പ്രചാരവേലയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നു. അവരുടേതായ കാരണങ്ങളാൽ പ്രചണ്ഡമായ പ്രചാരവേല, ഒരു ഇടതുപക്ഷ വിരുദ്ധ കൊടുങ്കാറ്റ് മാധ്യമങ്ങളിലൂടെ വീശി. നമ്മൾ തന്നെ കുറേ പരിഹാസ്യമായ വാദങ്ങൾ കേട്ടു. ഈന്തപ്പഴത്തിൻ്റെ ഇടയിൽ സ്വർണം കടത്തി എന്നുള്ള പ്രചാരണം, ഖുറാൻ്റെ ഇടയിൽ, ബിരിയാണി ചെമ്പിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സംശയത്തിൻ്റെ നിഴലിൽ വരുത്തക്ക വിധത്തിലുള്ള വലിയൊരു പ്രചാരവേലയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗവൺമെൻറ് പോകും, UDF വരും എന്ന് കുറേ ആളുകൾ ഉറച്ച് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചവരിൽ ഒരു പ്രധാന വിഭാഗം ഇന്നത്തെ പ്രതിപക്ഷമാണ് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അതിനവരെ ധൈര്യപ്പെടുത്തിയ മറ്റൊരു ചരിത്ര പശ്ചാത്തലം ഒരുപക്ഷെ 5 കൊല്ലം കൂടുമ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്റുകൾ മാറുന്ന സമീപഭൂതകാല അനുഭവങ്ങളായിരിക്കാം, അതുമുണ്ട്. പക്ഷേ ഈ പ്രചാരവേല ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, വോട്ടെണ്ണുന്നതിൻ്റെ തലേ ദിവസം കേരളത്തിലെ ഒരു പ്രധാന ടെലിവിഷൻ ചാനലിൻ്റെ ഓൺലൈനിൽ ഞാൻ വായിച്ച വാർത്തയുടെ തലക്കെട്ട് ഏതാണ്ട് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പദം സമവായത്തിലെത്തി. ഇതാണ്. എന്നിട്ട് അതിനിടയിൽ വാർത്തയിൽ പറയുന്നു, മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച തർക്കം കോൺഗ്രസിൽ അവസാനിച്ചു, തർക്കം പരിഹരിച്ചു. ആദ്യത്തെ 2.5 വർഷം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകാം എന്ന് ധാരണയായി എന്ന് വാർത്ത തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം പുറത്തു വന്നു. ഇത് പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ അത്ര ഉറപ്പിച്ച് കരുതിയിരുന്നു കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന്. പക്ഷെ ഫലം മറിച്ചാണ് വന്നത്. കൂടുതൽ തിളക്കമാർന്ന ഭൂരിപക്ഷം നേടി, MLA-മാരുടെ എണ്ണം കൂടി, LDF തന്നെ വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയിൽ അധികം വലിയ ഒരു പ്രചരണ കോലാഹലം ദീർഘനാൾ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടും സാധാരണഗതിയിൽ ഒരു പൊതുബോധ സൃഷ്ടിക്ക് ഉതകുന്നതായിട്ടും ജനങ്ങൾ മറിച്ചാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഈ പൊതുബോധത്തെ മറികടക്കാവുന്ന ഒരു ആന്തരികമായ തിരിച്ചറിവ്, ഒരു കരുത്ത് ജനങ്ങൾ പ്രകടിപ്പിച്ചു എന്നതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗൗരവതരമായി പരിശോധിക്കേണ്ടതാണ്. മാധ്യമങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇപ്പോൾ ജനങ്ങളുടെ പൊതുവായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ പരാമർശം വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യാനന്തരം മുഖ്യധാര മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നൊരു സംഗതിയാണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് അതൊരു എന്താ പറയുക, സമഗ്ര സ്വഭാവത്തിൽ
ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. നമ്മളുടെ കാഴ്ചയിൽ വരുന്ന, കണ്ണിൽ പെടുന്നിടത്താണല്ലോ വരിക. പൊതുവേ എപ്പോഴും പറയാവുന്നത്, ഭരണത്തിലേറുമ്പോൾ ഈ പ്രതിപക്ഷ സ്വഭാവം പുലർത്തുന്ന എല്ലാ മാധ്യമങ്ങളെയും നിശിതമായി വിമർശിക്കും. പ്രതിപക്ഷത്തുണ്ടാകുമ്പോൾ മാധ്യമങ്ങളെ ഈ പറഞ്ഞ അവരുടെ സഹായികളായി മാറ്റും എന്നുള്ളതാണ്. ഒരു മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇടിക്കുന്നു. അതിന് ഇടതുപക്ഷം സൈബർ സ്പേസിലും പുറത്തും കൃത്യമായി എല്ലാ കാലത്തും പ്ലാനുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ആരോപണമായിട്ട് നിൽക്കുന്ന സംഗതിയാണല്ലോ. അല്ല, അതും നമുക്ക് സംവാദമാവാം. ആദ്യം സത്യാനന്തരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഈ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം എന്ന പേരിൽ അത് പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും മാത്രം കൊടുത്തൊരു കാര്യമാണ്. ഒരു മാധ്യമ വാർത്തകളെ സംബന്ധിച്ച ഒരു പരിശോധനയാണ്. അത് സമഗ്രമല്ല. ഒരൊറ്റയാൾ ചെയ്യുന്നൊരു കാര്യം ഒന്നും നിലയ്ക്ക് ചെയ്താണ്. ഇപ്പോൾ അത് ചെയ്യുന്നുമില്ല. അതൊരു 150 ലക്കം ചെയ്തു. അത് അത്ര മതി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ്. അത് പൊതുവായ ചുമതല വന്നപ്പോൾ അല്ല, അതിന് മുൻപ് തന്നെ അവസാനിപ്പിച്ചിരുന്നു. ഒരു 100 ലക്കം ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പല കാരണം കൊണ്ട് 150 ലക്കം ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ എഴുതുള്ളൂ. അതൊരു മാധ്യമ വിമർശനം. അത് ഇപ്പോൾ വാർത്തകൾ, അത് പ്രധാനമായിട്ടും അതിൽ പരിശ്രമിച്ചത് അടിസ്ഥാനരഹിതമായ വാർത്തകളെ വിമർശിക്കുക, തുറന്നു കാട്ടുക. പിന്നെ പ്രകടമായ നിക്ഷിപ്ത താല്പര്യത്തോടെ വളച്ചൊടിക്കുന്ന വാർത്തകളെയും വിമർശിക്കുക, അതും തുറന്നു കാണിക്കുക എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് മാധ്യമ വിമർശനം. മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷത്തെയും എന്നല്ല ഏതാണ്ട് എല്ലാറ്റിനെയും നയിക്കുന്നത് കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ എന്ന വിശേഷണത്തിന് ഒരു പരിധിവരെ അർഹതയുള്ള മാനേജ്മെൻറ്റുകളോ ആണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയ താല്പര്യമായിരിക്കും എന്ന് മറ്റൊട്ടേറെ ഘടകങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നിസ്സംശയം ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ടിരിക്കും. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ പൊതുവായ സമീപനങ്ങൾ ഇടതുപക്ഷ വിരുദ്ധമായതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കുകയും ചെയ്യും, അതിനെ തുറന്നു കാട്ടുകയും ചെയ്യും. അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതിൽ സംശയമില്ല. എന്നാൽ ഇപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ മാധ്യമങ്ങളെ വിമർശിക്കുന്നു എന്ന് പറയുന്നതിൽ അതിപ്പോൾ കഴമ്പില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം മാധ്യമങ്ങൾ നിർവഹിക്കുന്നു എന്നത് പഴകിപ്പോയ ഒരു പ്രയോഗമാണ്. ഒരു പ്രതിപക്ഷത്തിൻ്റെയും ധർമ്മം നിർവഹിക്കുന്നില്ല മാധ്യമങ്ങൾ. അതാണ് എൻ്റെ വിമർശനം. പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞൊരു ദശാബ്ദമായിട്ട് മാധ്യമങ്ങളുടെ ഈ മൗനം ഉണ്ടാകുമായിരുന്നില്ല. ഇവർ ഈ പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ലല്ലോ, രാജ്യത്തെ പ്രതിപക്ഷമില്ലേ. പിന്നെ ഉത്തരവാദിത്വമുള്ളൊരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷമാണ്. ആ ധർമ്മമൊന്നും നിർവഹിക്കുന്നതേയില്ല കേരളത്തിലെ. ഞാനിപ്പോൾ മാധ്യമം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദൃശ്യമാധ്യമങ്ങളെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. മലയാളത്തിലെ മുഖ്യധാര ടെലിവിഷൻ ചാനലുകൾ, മുഖ്യധാര എന്ന വാക്ക് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ ഉചിതമായിരിക്കില്ല, പ്രധാന ടെലിവിഷൻ ചാനലുകൾ, ആ ടെലിവിഷൻ ചാനലുകൾ മാധ്യമ പ്രവർത്തനത്തെ യാതൊരു കാരുണ്യവുമില്ലാതെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നാണ് എനിക്കുന്നയിക്കാനുള്ള ഒരു വിമർശനം. മാധ്യമ പ്രവർത്തനത്തെ മറ്റെന്തോ ആക്കി മാറ്റി. ന്യൂസ് ചാനലുകളെല്ലാം എൻ്റർടൈൻമെൻറ്റ് ചാനലുകളായി മാറി. ഇന്ന് മലയാളത്തിൽ ന്യൂസ് ചാനലുകളില്ല. എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായി വാർത്തയെയും ഉപയോഗിക്കുന്ന ചാനലുകളാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ടെലിവിഷൻ ചാനൽ, അവരുടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ കുതിരപ്പുറത്താണ് റിപ്പോർട്ടിംഗ് നടത്തിയത്. എന്തിനാണ് കുതിരപ്പുറത്ത് റിപ്പോർട്ടിംഗ് നടത്തിയത്? അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും എതിർക്കില്ല. പക്ഷേ അത് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനാണ്, അല്ല വേറെ ഗൂഢാലോചനയൊന്നും അതിലുണ്ടാവില്ല. ഞങ്ങളുടെ വാർത്ത നിങ്ങളെ ആകർഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുതിരയെങ്കിലും നിങ്ങളെ ആകർഷിക്കട്ടെ എന്നാണ്. കുതിരയെ കാണാനെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണൂ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ട് ഞാനൊരു മാധ്യമ പ്രവർത്തനം യാദൃശ്യമായിട്ട് ഈ നവമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ചെറിയ കഷ്ണങ്ങളെ ഇപ്പോൾ ഞാൻ കാണാറുള്ളൂ ടി വി ചാനലുകളിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകമായിട്ട് കാണാൻ നിർദ്ദേശിക്കുന്നതേ കാണാറുള്ളൂ. അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തിരുന്നിട്ട് മിമിക്രി കാണിക്കുകയാണ്, അദ്ദേഹത്തെ അനുകരിച്ച് ഒന്ന് കാണിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂസ് ചാനലുകൾ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളായി മാറി. ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ കുതിരസവാരി ചെയ്യുക ഒരു യോഗ്യതയായിട്ട് വരുന്നു. മിമിക്രി അറിഞ്ഞിരിക്കുക, മിമിക്രി നടത്തുകയാണ്. അപ്പം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത നിങ്ങളെ ആകർഷിക്കുന്നില്ലെങ്കിലും എൻ്റെ മിമിക്രി നിങ്ങൾ കാണൂ, ഞാൻ നന്നായി ശബ്ദം അനുകരിക്കുന്ന ഒരാളാണ്, ഒരു മിമിക്രി കലാകാരൻ കൂടിയാണ് ഞാൻ എന്ന് പറയുക. ഒരു ചാനലിലെ അവതാരകയുടെ നൃത്തം ആ ചാനൽ ഒരു പരസ്യമെന്ന പോലെ കാണിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ വാർത്ത നിങ്ങളെ അത്ര ആകർഷിക്കുന്നില്ലെങ്കിലും നന്നായി നൃത്തം ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ കാണൂ എന്നുള്ളതാണ്. കഴുത്തറപ്പൻ മത്സരം എല്ലാ മാധ്യമ സ്വഭാവത്തെയും ഇല്ലാതാക്കുന്നതായി ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ മാറി. പ്രധാനമായും 2 ചാനലുകൾ വന്നതിന് ശേഷം, അതിനു മുൻപും ചാനലുകളുടെ വാർത്താ അവതരണ
വിതരണ ശൈലിയെക്കുറിച്ച് വിമർശനമുള്ള ആളാണ് ഞാൻ. ആ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രകടമായി കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗം വൻതോതിലുള്ള നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് പ്രധാനമായും 2 ടെലിവിഷൻ ചാനൽ വന്നതിന് ശേഷമാണ്. ഇവിടെ കഴുത്തറപ്പൻ മത്സരം മാത്രമാണ്, മുന്നിലെത്തുക എന്നത് മാത്രമാണ്. അത് വളഞ്ഞ വഴിയിലൂടെ മുന്നിലെത്താനാവൂ എങ്കിൽ വളഞ്ഞ വഴിയാണ് സ്വീകാര്യം എന്ന് ഒരു സംശയവുമില്ലാതെ പ്രഖ്യാപിക്കുന്നവരായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ ഇപ്പോൾ ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നൊരു ലേഖനത്തിലെ ഒരു വാചകം, അതിപ്പോഴും ഒരു പ്രയോഗം എൻ്റെ മനസ്സിലുണ്ട്. ടെലിവിഷൻ ചാനലുകളെ വിമർശിച്ചുകൊണ്ടാണ്. ആ പ്രയോഗം ഇങ്ങനെയാണ്: ദൃശ്യപാതകം എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത്. പക്ഷെ അന്ന് ഈ ചാനലുകളൊന്നുമില്ല. എന്നാൽ ദീർഘവീക്ഷണത്തോടുകൂടി ആ ലേഖകൻ ഉപയോഗിച്ച വാക്ക് ഏറ്റവും അർത്ഥസമ്പുഷ്ടമായി മാറിയത് ഈ കാലത്താണ്. ദൃശ്യപാതകമാണ്. നാളെ നാം കാണാനിരിക്കുന്നത് എന്ത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 4 പേർ കൂടുതലായി ചാനൽ കാണുമെങ്കിൽ അതിന് സഹായകരമായ ഏത് വിചിത്ര രീതിയും അവലംബിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അത് ഞാൻ വിചാരിക്കുന്നത് മാധ്യമപ്രവർത്തനത്തോട് ആദരവും സ്നേഹവുമുള്ളവർ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്യേണ്ട കാര്യമാണിത്. യഥാർത്ഥ മാധ്യമപ്രവർത്തനത്തെ രക്ഷിക്കാൻ മാധ്യമപ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടാവേണ്ടതാണ്. ഈ കാലത്ത് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും സാംസ്കാരിക സാമൂഹിക ഇടപെടൽ ഉണ്ടാവണം. ഇപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി മാധ്യമപ്രവർത്തകർക്കൊരു കോഡ്, ഒരു പൊതു നിയമാവലി ഉണ്ടാവുന്നത് ഒരു നോവലിൻ്റെ തുടർച്ചയിലാണ്. എനിക്ക് തോന്നുന്നു 1919 17 മറ്റോ പുറത്തിറങ്ങിയ അട്ടൺ സിംഗ്ലെയറുടെ ഒരു നോവലുണ്ട്, അത് ദ ബ്രാസ് ചെക്ക്. ആ നോവലാണ് മാധ്യമപ്രവർത്തന രംഗത്തെ വളരെ അപകടകരമായ പ്രവണതകളെയും മഞ്ഞ പ്രവർത്തന ശൈലിയെയുമെല്ലാം നിശിതമായി വിമർശിക്കുന്നതിലേക്ക് അമേരിക്കൻ സമൂഹത്തെ കൊണ്ടുവന്ന് എത്തിച്ച ഒരു ഇടപെടൽ ശക്തിയായി മാറിയത് ആ നോവലാണെന്നാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് അമേരിക്കയിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു പൊതു കോഡ്, ഒരു പൊതു നിയമം രൂപപ്പെട്ടു വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മലയാള മാധ്യമ പ്രവർത്തനത്തെ രക്ഷിച്ചെടുക്കാൻ മാധ്യമപ്രവർത്തകരിൽ അത് ഒട്ടും എളുപ്പമല്ല. കാരണം മാധ്യമപ്രവർത്തകർ മാത്രമല്ല അതിൻ്റെ ഉത്തരവാദികൾ. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവരതിനനുസരിച്ച് ആ വേഷം അഭിനയിച്ച് തീർക്കും. അല്ലെങ്കിൽ പിന്നെ അസാധാരണമായ വ്യക്തിത്വം വേണം, കരുത്തു വേണം. തങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഏത് സമ്മർദ്ദത്തിൻ്റെ മുന്നിലും അണുകിട മാറില്ല എന്ന് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പർവ്വത സമാനമായ കരുത്തുള്ള മാധ്യമപ്രവർത്തകർ വേണം. ഞാൻ അങ്ങനെ ഇല്ലാന്നൊന്നും പറയുന്നില്ല, ഉണ്ടാവാം. അത് കാലം തെളിയിക്കേണ്ടതാണ്. കാലം തെളിയിക്കട്ടെ. നമ്മുടെ മാധ്യമപ്രവർത്തനത്തെ ഏറ്റവും മികച്ച നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് മാധ്യമപ്രവർത്തകരുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അബ്ദുൾ സമദ് സമദാനിയുടെ പ്രസംഗം, അപ്പോൾ അദ്ദേഹത്തെ ഒരു സെമിനാറിൽ ഉദ്ഘാടകനായിട്ട് ഞാൻ ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. എം നാരായണൻ മാഷ് ആ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ നാരായണൻ മാഷ് അതിനുശേഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രസംഗിക്കുമ്പോൾ സമദാനിയുടെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചൊരു വാക്കുണ്ട്, അത് പ്രസംഗീതം എന്നാണ്. ഇവിടെ നാം കേട്ടത് ഒരു പ്രസംഗമായിരുന്നില്ല, ഒരു പ്രസംഗീതമായിരുന്നു. എനിക്ക് തോന്നുന്നു സമദാനിക്കൊരു പക്ഷേ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. അപ്പോൾ അത് വളരെ ആകർഷകമായി പ്രസംഗിക്കുന്ന ഒരാളാണ് അബ്ദുൾ സമദ് സമദാനി. അത് രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായങ്ങളുണ്ടാവാം, പക്ഷേ അത് മറ്റൊരു കാര്യമാണ്.